ഞാനും താങ്കളും എന്നല്ല അതിന്റെ അർത്ഥം. നിർമ്മല അലുമിനി അസോസിയേഷൻ മൂവാറ്റുപുഴ നാം ആണ് ഇന്ന് നമ്മുടെ താരങ്ങൾ. എന്റെ പേര് ഫാദർ ആന്റണി പുത്തൻകുളം. ഞാൻ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. പ്രിൻസിപ്പളായിട്ട് ഞാനിപ്പോൾ 7ാമത്തെ വർഷമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാദറിന് ശക്തിയായിട്ട് പഴയ കുട്ടികളും പഴയ കുട്ടികൾക്ക് ശക്തിയായിട്ട് ഫാദർ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത്. തീർച്ചയായും. ഈ സ്കൂള് 1961 സ്ഥാപിതമായ സ്കൂളാണ്. ഇവിടെ നിർമ്മല അലുമിനി അസോസിയേഷൻ സംഘടന ഉണ്ടായിരുന്നു. പക്ഷേ നാമമാത്രമായിട്ട് അതിന്റെ പ്രവർത്തനം ഒതുങ്ങിയിരുന്നു. പക്ഷേ 2018 നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു കാലഘട്ടത്തിലാണ് അഡ്വക്കേറ്റ് OV അനീഷിന്റെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്തത്. നിർമ്മല അലുമിനി അസോസിയേഷൻ അറൌണ്ട് 10,000 അബവ് സ്റ്റുഡൻസ് ഉള്ളതാണ്. ഇപ്പൊ അലുമിനി അസോസിയേഷന്റെ അംഗങ്ങൾ ഉള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ 1961 മുതലുള്ള ബാച്ചുകളെ ഒരുമിപ്പിച്ച് കൂട്ടുവാനും ഓരോ വർഷവും അവരുടെ മീറ്റിംഗുകൾ കൂടാനൊക്കെ ആയിട്ട് സംഘടിതം ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് രീതിയിൽ തുടങ്ങിയത് അടുത്ത 2018 ഓൺവേഴ്സ് ആണ്. അതിന് നിമിത്തമായത് ഈ പറഞ്ഞ നമ്മുടെ പ്രളയമാണ്. എന്തെങ്കിലുമൊക്കെ ദുരിതമൊക്കെ ഉണ്ടാവുന്നത് എന്തെങ്കിലും നല്ലതുണ്ടാവാനെന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലേ ഫാദർ? തീർച്ചയായും. നിസ്സംശയം പറയാൻ പറ്റുമോ അതിന്റെ അകത്ത്? ഈ ഒരു സംഘടനയിൽ ഇപ്പോ നമുക്ക് അറൌണ്ട് കമ്മിറ്റി അംഗങ്ങളുണ്ട് 16 പേര്. സോ ഹ്യൂജ് ആണ് അല്ലേ? അതെ. ഈ അലുമിനി അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OV അനീഷ് ആണ്. അദ്ദേഹം ഈ കാര്യത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതാണ്. ഞാൻ അഡ്വക്കേറ്റ് OV അനീഷ്, മൂവാറ്റുപുഴ കോടതിയിൽ ഞാൻ അഭിഭാഷകനായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ ഇവിടുത്തെ മുൻ ഗവൺമെന്റ് പ്രീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറാണ് മൂവാറ്റുപുഴ കോടതിയിലുള്ള. ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള ഒരു കൂട്ടം സഹപാഠികളുടെ കൂട്ടായ്മ, അത് മാത്രമാണ് ഞാൻ. നമ്മുടെ വയനാട് ഇഷ്യൂ ഉണ്ടായി. 2 ദിവസം കൊണ്ട് ഈ അലുമിനി അസോസിയേഷൻ കളക്ട് ചെയ്ത് 1 ലക്ഷം രൂപയാണ്. ഞങ്ങൾ അന്ന് ക്ലോസ് ചെയ്തു. ഗവൺമെന്റിന്റെ മറ്റു സപ്പോർട്ടിങ് അവിടെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കണം. നാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാമിന് പല രീതിയിലുള്ള പ്രൊജക്ട്സ് ഉണ്ട്. നമ്മൾ ഓരോ വർഷവും നമ്മുടെ സ്കൂളിൽ ഇത്ര കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും. ആ കുട്ടികളുടെ മുഴുവൻ ചെലവുകളും നാമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ നാം എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാനത് നാം എന്നാണ് കേൾക്കുന്നത്. ശരിക്കും ചേർത്ത് പിടിച്ച് നമ്മൾ എന്നുള്ള നാമാണ് നിങ്ങൾ. നിർമ്മല അലുമിനി അസോസിയേഷൻ മൂവാറ്റുപുഴ നാം അഥവാ നാം. ഉറപ്പായിട്ടും ഞങ്ങൾക്ക് 2018 പ്രളയത്തിൽ മാത്രം 30ഓളം വീടുകളാണ് നമ്മൾ നവീകരിക്കുകയും ആ വീടുകളിലേക്കുള്ള ടിവിയും ഫ്രിഡ്ജും ഒഴിച്ചുള്ള മുഴുവൻ സാമഗ്രികളും ആ വീടുകളിലേക്ക് ഞങ്ങൾ കൊടുത്തിരുന്നു. അതിനായിട്ട് ഞങ്ങൾ രാവിലെ 6:30 ഇറങ്ങിക്കഴിഞ്ഞാൽ, അന്നാ സമയത്ത് പ്രളയകാലത്ത് രാവിലെ 6:30 ഇറങ്ങിക്കഴിഞ്ഞാൽ ഓരോ വീടുകളും കണ്ടുപിടിച്ച് നാമിനൊരു കണ്ടീഷൻ മാത്രമുണ്ട്, പഠിക്കുന്ന കുട്ടികൾ ആ വീട്ടിലുണ്ടാവണം. പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടം നമ്മുടെ സഹപാഠികൾ എന്റെ കൂട്ടത്തിലുണ്ട്. എന്റെ ഒരു മിടുക്കല്ലത്, അവരുടെ ഒരു കൂട്ടായ്മയുടെ ഞാനൊരു നിമിത്തം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പഠിക്കുന്ന കുട്ടിക്ക് ഇത് ചെയ്തു കൊടുക്കുമ്പോൾ നാളെ അവൻ വളർന്ന് വലുതാകുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാൻ തോന്നും. ഡെഫിനറ്റ്ലി. ഞാനത് എന്റെ പ്രസംഗത്തിൽ എപ്പോഴും ഞാൻ ആ കുട്ടികളോട് പറയാറുള്ളത്, ഇതൊരു ചെയിനാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു സമയത്ത് എല്ലാം മറന്ന് പഠിച്ച് ഇറങ്ങിയതിന്റെ ഒരു പ്രയോജനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നാളെ നിങ്ങളിലൂടെ കൂടി ചേർന്ന മറ്റുള്ള ഒരു കൂട്ടം ആളുകൾക്ക് ഇത് കിട്ടണം. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പറയുന്നതാണ് താങ്കൾ ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞത്. ഇനി പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികളുടെ കൈ പിടിക്കുന്നുണ്ട് നിങ്ങൾ. ഡെഫിനറ്റ്ലി. അതിനാണ് ഞങ്ങൾ വിദ്യാകിരൺ എന്ന് പറഞ്ഞ പ്രൊജക്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രിൻസിപ്പൽ അച്ഛൻ തരുന്ന ലിസ്റ്റ് അനുസരിച്ച് ഏറ്റവും ഡിസർവിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് അച്ഛൻ തരുള്ളൂ. അപ്പൊ ആ കുട്ടികളെ പഠിപ്പിക്കാൻ മാത്രമല്ല, എല്ലാ 2 മാസം കൂടുമ്പോഴും ആ കുട്ടികളുടെയും അവരുടെ പേരൻസിന്റെയും ഒരു PTA മീറ്റിംഗ് ഞങ്ങൾ വിളിക്കും. അതിനകത്ത് ഓരോ കുട്ടികളുടെയും വീടുകൾ ഞങ്ങൾ ഉറപ്പായിട്ടും ഒരു വർഷത്തിൽ 3 തവണ വെച്ച് സന്ദർശിക്കും. ഈവൻ ആ കുട്ടികളുടെ വീട്ടിലുണ്ടാവുന്ന പഠനാവശ്യങ്ങളല്ലാതെ എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എയ്ഡോ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും നാം അത് ഇപ്പോൾ നിലവിൽ കൈകാര്യം ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിംപ്ലി അമേസിംഗ്. ഇനി പഠന വൈകല്യമുള്ള കുട്ടികളെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്? ഡെഫിനറ്റ്ലി. അതില് നമ്മൾ മൂവാറ്റുപുഴ DOയുടെ കീഴിലുള്ള 87 സ്കൂളുകളിൽ നമ്മുടെ ആളുകൾ പോയി അവിടുത്തെ മുഖ്യ അധ്യാപകരെ കണ്ട് പഠന വൈകല്യമുള്ള കുട്ടികളെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് ഞങ്ങളൊരു ക്യാമ്പ്, ആദ്യം ഒരു 5 ദിവസത്തെ ക്യാമ്പ് അറേഞ്ച് ചെയ്തു. സാധാരണഗതിയിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ക്ലിനിക്ക് ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നാമ തുടങ്ങിയിരിക്കുന്നത് നാമിന്റെ ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പറയുന്നത് നാമിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രൊജക്ട് ആണ്. പഠന വൈകല്യങ്ങളും പെരുമാറ്റ പ്രശ്നങ്ങളും നേരിടുന്ന കുട്ടികൾക്കായിട്ടാണ് നമ്മൾ മൂവാറ്റുപുഴ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ഒരു ടൈപ്പ് ചെയ്ത് അവിടെ ഇപ്പോൾ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഉള്ളത്. ഒരു ക്ലിനിക്കാണ്. ഒരു റെമഡിയൽ ട്രെയിനർ ഉണ്ട്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട്, പീഡിയാട്രീഷ്യൻ ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, മെഡിക്കൽ സോഷ്യൽ വർക്കർ ഉണ്ട്. പഠിച്ച സ്കൂളിൽ നിന്ന് ഇറങ്ങി ബാക്കി സ്കൂളുകളിലേക്ക് സ്പ്രെഡ് ആയി നാം. ഡെഫിനറ്റ്ലി. മൂവാറ്റുപുഴ DOയുടെ കീഴിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ലോക്കൽ MLA ഞങ്ങളുടെ അലുമിനിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ മാത്രം അറൗണ്ട് 100ഓളം ഡോക്ടർമാർ ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അത് എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത്. ശരിക്കും ഇതിൽ ഒരുപാട് ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ? ഡെഫിനറ്റ്ലി. ഞങ്ങൾക്കുള്ള ഒരു വലിയ പ്രശ്നങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചാരിറ്റി ഇന്ത്യൻ ട്രസ്റ്റ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനമാണ് നാം എന്ന് പറയുന്നത്. 1 രൂപ പോലും ഇതിനകത്ത് അക്കൗണ്ടിലൂടെ കൂടി അല്ലാണ്ട് ഞങ്ങൾ മേടിക്കില്ല. അപ്പം ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു മാർഗം ഒരുമയോടെ 200 എന്നുള്ളൊരു പദ്ധതിയാണ്. അതിനകത്ത് ഒരു മാസം 200 രൂപ വെച്ച് കോഫി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എക്സ്പെൻസ് അത് നാട്ടുകാരുടെ അടുത്ത് നിന്നും കളക്ട് ചെയ്യുന്നില്ല. ഓൺലി പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്, പിന്നെ നാമിന്റെ ഫാമിലി മെമ്പേഴ്സ്. ഒന്നും പറയാനില്ല. നാം നാൾക്ക് നാൾ വളരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ഇനിയും ഒരുപാട് സൊസൈറ്റിക്ക് വേണ്ടി
ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിക്കാനായിട്ട് എന്നും റേഡിയോ മാംഗോയും മനോരമ ഗ്രൂപ്പും ഞങ്ങൾക്കൊപ്പം എന്നും ഉണ്ട്. അറൌണ്ട് 16,000+ ഉണ്ട് നിർമ്മലയിലെ അഡ്മിനീസ്. അവരുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്തായാലേ ദൈവമുണ്ടോ എന്നൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കാറില്ലേ? നമ്മൾ ഓരോരുത്തർക്കും ആരുടെയെങ്കിലും ഒക്കെ ദൈവമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ മാറാൻ പറ്റും. അതാണ് ഇത്. ടൈം പാസ് ആണ്. കൂടെ ഞാനാണ് നീന ഓൺ റേഡിയോ മാംഗോ 91.9 നാട്ടിലെങ്ങും പാട്ടായി.